അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, അക്രമികളായ ആളുകളെ അള്ളാഹു എന്തുകൊണ്ടാണ് പെട്ടെന്ന് ശിക്ഷിക്കാത്തത്? എന്തുകൊണ്ടാണ് അവരെ പിടികൂടാത്തത്? തിന്മകൾ ചെയ്യാനും അതിക്രമം കാണിക്കാനും അനീതി കാണിക്കാനും എന്തുകൊണ്ടാണ് അവർക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് ആയുസ് അള്ളാഹു സുബ്ഹാനഹു വ തആല നീട്ടിക്കൊടുക്കുന്നത്? അവർ ശിക്ഷിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. ഇങ്ങനെ ധാരാളം ആളുകൾ പറയുകയും ചോദിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുള്ള മറുപടി നമ്മുടെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ 42-ാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ തഹ്സബന്ന, താങ്കൾ ഒരിക്കലും വിചാരിക്കരുത്, കണക്കാക്കരുത്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഗാഫിലൻ, അള്ളാഹു അശ്രദ്ധനാണ് എന്ന്, അള്ളാഹു ഇതൊന്നും കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. എന്തിനെ സംബന്ധിച്ച്? അമ്മാ യഅമലുൽ ളാലിമൂൻ, ളുൽമ ചെയ്യുന്ന ആളുകൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചു. പ്രിയപ്പെട്ടവരെ, ആരാണ് ളാലിം? ളുൽമ എന്ന് പറഞ്ഞാൽ എന്താണ്? ളുൽമ എന്ന് പറഞ്ഞാൽ എല്ലാ തരം അനീതികൾക്കും അതിക്രമങ്ങൾക്കും, അതെത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ, അത് ളുൽമാണ്. അത് ചെയ്യുന്നവൻ അല്ലെങ്കിൽ ചെയ്യുന്നവർ ളാലിമുകളുമാണ്. അത് ഒരു രാഷ്ട്രത്തെ അന്യായമായി ആക്രമിക്കുന്നതാണെങ്കിലും ശരി, ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിൽ കയറി അവരെ അതിക്രമിക്കുന്നതാകട്ടെ, അവിടെയുള്ള നേതാക്കളെ വധിക്കുന്നതാകട്ടെ, കുട്ടികളെ വധിക്കുന്നതാകട്ടെ, സ്ത്രീകളെ വധിക്കുന്നതാകട്ടെ, അവിടെയുള്ള മുതലുകൾ നശിപ്പിക്കുന്നതാകട്ടെ, ആ രാജ്യത്ത് അരാജകത്വവും കുഴപ്പങ്ങളും അതേപോലെയുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നതാകട്ടെ, അത് സയനിസ്റ്റുകളാണെങ്കിലും ശരി, യഹൂദരാണെങ്കിലും ശരി, ക്രൈസ്തവരാണെങ്കിലും ശരി, മുസ്ലിമീങ്ങളാണെങ്കിലും ശരി, ആര് തന്നെയാണെങ്കിലും ശരി, അന്യായമായി കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നവർ, അന്യായമായി രാജ്യങ്ങളെ ആക്രമിക്കുന്നവർ, കൊലപാതകങ്ങൾ നടത്തുന്നവർ, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നവർ, ഫിത്നയുണ്ടാക്കുന്നവർ, ഫസാദുകൾ ഉണ്ടാക്കുന്നവർ, അനീതി പ്രവർത്തിക്കുന്നവർ, അതാര് തന്നെയാണെങ്കിലും അവർ ളാലിമുകളാണ്, അക്രമികളാണ്. അക്രമികളെ ഒരു യഥാർത്ഥ വിശ്വാസി, ഖുർആനിലും ഹദീസിലും വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസി ഒരു അതിക്രമത്തെയും അംഗീകരിക്കുകയില്ല, ഒരു അനീതിയെയും അംഗീകരിക്കുകയില്ല, ഒരു അതിക്രമകാരികളെയും മിത്രങ്ങളായി കരുതുകയില്ല, അവരെ കൂടെ കൂട്ടുകയില്ല, അവരെ സപ്പോർട്ട് ചെയ്യുകയില്ല. മറിച്ച് ഒരു യഥാർത്ഥ മുസ്ലിം എല്ലാത്തരം ളുൽമിനെയും നിരാകരിക്കുന്നതാണ്, എതിർക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ളാലിമീങ്ങൾ, അക്രമികളായ ആളുകൾ, ഈ അക്രമികളായ ആളുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് വിചാരിക്കരുത്, അള്ളാഹു ഇതൊന്നും കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. എന്തുകൊണ്ടാണ് അള്ളാഹു അവരെ ശിക്ഷിക്കാത്തത്? എന്തുകൊണ്ടാണ് പിടികൂടാത്തത്? അള്ളാഹു കാണാത്തത് കൊണ്ടാണോ? അള്ളാഹുവിന് കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ല. പിന്നെയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകുന്ന മറുപടി, ഇന്നമാ യുഅഖിറുഹും, അള്ളാഹു അവർക്ക് അവധി നീട്ടിക്കൊടുക്കുകയാണ്. ലിയൗമിൻ, ഒരു ദിവസത്തേക്ക്, തശ്ഖസു ഫീഹിൽ അബ്സാർ, അന്ന് ശിക്ഷയുടെ കാഠിന്യം കൊണ്ടും ഭയാനകത കൊണ്ടും കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോകുന്നതാണ്. ഇത് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ്. കാരണം ശിക്ഷയുടെയും രക്ഷയുടെയും യഥാർത്ഥ ലോകമെന്ന് പറയുന്നത് പരലോകത്താണ്. ഇവിടെ അള്ളാഹു രക്ഷിക്കും, അതേപോലെ തന്നെ ശിക്ഷിക്കുകയും ചെയ്യും. എന്നാൽ അതൊന്നും ആത്യന്തികമായ രക്ഷയോ ആത്യന്തികമായ ശിക്ഷയോ അല്ല, മറിച്ച് അതിൻ്റെ ലോകം പരലോകമാണ് യഥാർത്ഥത്തിൽ. ചിലപ്പോൾ ഇവിടെ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അവർ കടുത്ത പരീക്ഷണങ്ങൾ, മരണം വരെ അനുഭവിക്കേണ്ടി വന്നേക്കാം. ആ പരീക്ഷണങ്ങളിൽ അവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ചെയ്തേക്കാം. പക്ഷേ അവർക്കുള്ള രക്ഷയും അവർക്കുള്ള പ്രതിഫലവും പരലോകത്താണ്. അതേപോലെ തന്നെ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് വയസ്സന്മാരാവുന്നത് വരെ, വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലയിലെത്തുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിട്ടുകൊടുക്കുകയും ചെയ്തേക്കാം. അങ്ങനെ സുഖലോലുപന്മാരായിക്കൊണ്ട് തന്നെ അവരുടെ വീടുകളിൽ, ബെഡ്റൂമുകളിൽ അവർ മരിക്കുന്ന അവസ്ഥയും ഉണ്ടായേക്കാം. എങ്കിലും അവർക്കുള്ള യഥാർത്ഥ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കരുതി വച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലരെ അള്ളാഹു ഇവിടെ വെച്ച് തന്നെ പിടികൂടും. പക്ഷേ അള്ളാഹു അവർക്ക് സമയം നീട്ടിക്കൊടുക്കും.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണാത്തത് കൊണ്ടല്ല, അവരെ ശക്തമായി പിടികൂടുന്ന ഒരു ദിവസം വരാനുണ്ട്. ശിക്ഷയുടെ ഭയാനകത കൊണ്ട് കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോകുന്ന ഒരു ദിവസത്തേക്ക് അള്ളാഹു അവർക്ക് അവധി നീട്ടിക്കൊടുക്കുകയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഇബ്രാഹീമിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇമ്രാനിലെ 176, 77, 78 വചനങ്ങളിൽ പറയുന്നത് കാണാം. വലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫർ. സത്യനിഷേധത്തിൽ അതിര് കവിയുന്ന ആളുകൾ അവരുടെ ആ അതിര് കവിച്ചിൽ കണ്ട് നബിയെ താങ്കൾക്ക് ദുഃഖമുണ്ടാവാതിരിക്കട്ടെ. എന്താണ് ഇവർക്ക്, ഈ സത്യനിഷേധികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ നൽകുന്നത്? അവർ സത്യനിഷേധത്തിൽ വളരെയധികം ധൃതി വെച്ച് മുന്നേറുകയാണ്. അവർക്ക് വിജയങ്ങളുണ്ടാകുന്നു, അവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നു. അവർ കുഫറിൽ വിരാജിക്കുകയാണ്, അതിക്രമത്തിൽ വിരാജിക്കുകയാണ്. അത് കണ്ട് നബിയെ താങ്കൾക്ക് ദുഃഖമുണ്ടാവരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതാണെങ്കിലും എല്ലാ മുസ്ലിമീങ്ങളോടുമാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈഅ. അവരാരും അള്ളാഹുവിന് ഒരു ഉപദ്രവവും വരുത്താൻ പോകുന്നില്ല. ലോകത്തിലുള്ള മുഴുവൻ ആളുകളും പോക്കിരികളായാലും അതിക്രമകാരികളായാലും സത്യനിഷേധികളായാലും അതൊന്നും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിന് യാതൊരു കോട്ടവും വരുത്തുന്നതല്ല. മറിച്ച് അള്ളാഹു അവർക്ക് അവസരം നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവർക്ക് ഭൂമിയിൽ അവസരമുണ്ടാകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യുരീദുല്ലാഹു അല്ലാ യജ്അല ലഹും ഹല്ലൻ ഫിൽ ആഖിറ. അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയും നൽകാതിരിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരലോകത്ത് അവർക്ക് ഒരു ഖൈറുമില്ല. അവിടെയാണല്ലോ യഥാർത്ഥ വിജയം. ആ വിജയത്തിൻ്റെ ലോകത്ത് അവർക്ക് ഒരു ഓഹരിയുമില്ല, ഒരു വിജയവുമില്ല, ഒരു നന്മയും അവർക്കുണ്ടാവുകയില്ല. പരലോകത്ത് അള്ളാഹു അവർക്ക് ഓഹരി നൽകാതിരിക്കാൻ ഉദ്ദേശിക്കുന്നു. വലഹും അദാബുൻ അലീം. അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ടായിരിക്കുമെന്നാണ്. അലീമായ വമ്പിച്ചതായ ശിക്ഷയുണ്ട്. വീണ്ടും അള്ളാഹു പറയുന്നു ഇന്നല്ലദീന ഇശ്തറവുൽ കുഫ്റ ബിൽ ഈമാനി ലൻ യദുറുല്ലാഹ ശൈഅ. സത്യവിശ്വാസത്തെ മാറ്റിവെച്ച് സത്യനിഷേധത്തെ വില കൊടുത്ത് വാങ്ങിയ ആളുകൾ അവർ അള്ളാഹുവിന് ഒരു ഉപദ്രവവും വരുത്തുകയില്ല. വലഹും അദാബുൻ അലീം. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. വലാ യഹ്സബന്നല്ലദീന കഫറു. നോക്കൂ, സത്യനിഷേധികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സത്യനിഷേധികൾ ഒരിക്കലും വിചാരിക്കണ്ട അന്നമാ നുംലി ലഹും. അവർക്ക് നാം അവസരങ്ങൾ നീട്ടിയിട്ട് കൊടുക്കുന്നത് ഖൈറുല്ലി അൻഫുസിഹിം. അത് അവരുടെ നഫ്സുകൾക്ക്, അവരുടെ ശരീരങ്ങൾക്ക് ഖൈറാണ്, നന്മയാണ് എന്നവർ വിചാരിക്കണ്ട. പിന്നെ എന്തിനാണ് അവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കുന്നത്? ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മ. അവർ കൂടുതൽ തെറ്റുകൾ ചെയ്യട്ടെ, കൂടുതൽ പാപങ്ങൾ ചെയ്യട്ടെ. എന്നിട്ട് ആ പാപങ്ങളുടെ പേരിൽ അള്ളാഹു അവരെ കൂടുതൽ ശിക്ഷിക്കും. വലഹും അദാബും മുഹീൻ. അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ടാകും. നിന്ദ്യമായ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ കൂടുതൽ പാപങ്ങൾ ചെയ്ത് കൂടുതൽ ശിക്ഷക്കർഹരായി തീരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് നീട്ടിയിട്ട് കൊടുക്കുന്നത്, തിന്മകൾ ചെയ്യാൻ, ദുൽമ ചെയ്യാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാത്രമല്ല സുഖസൗകര്യങ്ങൾ, ഭൗതിക വിഭവങ്ങൾ അവർക്കൊരു പക്ഷേ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടായേക്കാം. സൂറത്തുൽ അൻആമിലെ 44 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി. അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ട നല്ല നല്ല ഉപദേശങ്ങളെ അവർ മറന്നുകൊണ്ട് ധിക്കാരികളായി അവർ ജീവിച്ച സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുമ്പോൾ, ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ. എല്ലാറ്റിൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളുടെയും വാതിലുകൾ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കും. നോക്കൂ, കുറ്റവാളികൾക്ക് അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുക്കുമെന്നാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ അനുഗ്രഹമാണോ? അല്ല. അതിലൂടെ അവർ ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുക. ഹത്ത ഇദാ ഫരിഹു ബിമാ ഊതു. അവർക്ക് നൽകപ്പെട്ടതിൽ അവർ അങ്ങേയറ്റം ആഹ്ലാദിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ കിട്ടി അവരങ്ങനെ അഹങ്കരിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അഖദ്നാഹും ബഗ്തതൻ. പെട്ടെന്ന് നാം അവരെ പിടികൂടും. ഫഇദാഹും മുബ്ലിസൂൻ. അപ്പോൾ അവർ നിരാശരായി തീരുന്നതാണ്. അപ്പോൾ കുറേ അള്ളാഹു നീട്ടിയിട്ട് കൊടുക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരു പിടുത്തം പിടിക്കുന്നതാണ്. എല്ലാ അക്രമികൾക്കും ആ നിലക്കുള്ള ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഈ സമയദൈർഘ്യത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സൂറത്തുൽ ഹജ്ജിലെ 47-48 കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വയസ്തഅജിലൂനക ബിൽ അദാബ്.
അവർ ശിക്ഷയ്ക്ക് വേണ്ടി ധൃതി കൂട്ടുന്നു. എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങൾ ഇത്രയും തെറ്റ് ചെയ്തിട്ടും നിങ്ങളെയൊക്കെ ഉപദ്രവിച്ചിട്ടും നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളും യഥാർത്ഥ വിശ്വാസികളുമാണ്, എന്നിട്ടും നിങ്ങളെ പരിഹസിക്കുന്നു, കളവാക്കുന്നു, കളിയാക്കുന്നു, എന്നിട്ടും എന്താണ് ശിക്ഷ ലഭിക്കാത്തത് എന്ന് അവർ തന്നെ പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലൻ യുഖ്ലിഫല്ലാഹു വഅദ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വാഗ്ദത്തം ലംഘിക്കുകയില്ല. അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടാത്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടു കൂട്ടരോടും പറയുന്നു, അള്ളാഹു അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്കാക്കുന്ന 1000 വർഷങ്ങൾക്ക് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ, ചരിത്രത്തിൽ, ഭൂമിയിൽ അള്ളാഹു ഇടപെടുമ്പോൾ മനുഷ്യർ വിചാരിക്കുന്ന സമയങ്ങളിൽ സംഭവിക്കണമെന്നില്ല. റഹ്മാനായ റബ്ബ് ചിലപ്പോൾ വർഷങ്ങളെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകഅയ്യിൻ മിൻ ഖറയത്തിൻ അംലൈതു ലഹ, എത്രയെത്ര പട്ടണങ്ങൾക്ക് നാം ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. വഹിയ ളാലിമത്തുൻ, അവർ അക്രമികളായിരുന്നു. ളുൽമ് ചെയ്ത പോക്കിരികളായ അക്രമികളായ ഒരുപാട് നാടുകൾ, രാഷ്ട്രങ്ങൾ, അവർക്ക് അല്ലാഹു അവധി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ സുമ്മ അഖദ്തുഹ, പിന്നെ അവരെ നാം പിടികൂടി. വ ഇലയ്യൽ മസീർ, ആത്യന്തികമായി നമ്മിലേക്കാകുന്നു അവരുടെ മടക്കം. ഇത് സൂറത്തുൽ ഹജ്ജിൽ കാണാം. അതേപോലെ തന്നെ സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുലി വലാ തസ്തഅജിൽ ലഹും. ദൃഢനിശ്ചയത്തിൻ്റെ സ്ഥിരതയുടെ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നബിയെ താങ്കളും ക്ഷമിക്കുക. വലാ തസ്തഅജിൽ ലഹും, അക്രമികൾക്ക് വേണ്ടി തിരക്ക് കൂട്ടണ്ട. കഅന്നഹും യൗമ യറൗന മാ യുഅദൂൻ, അവർക്ക് താക്കീത് നൽകപ്പെട്ട ശിക്ഷയുടെ ദിവസം, ആ ദിവസത്തെ അവർ കാണുമ്പോൾ അവർ വിചാരിക്കും, കരുതും, ലം യൽബസു ഇല്ലാ സഅതം മിൻ നഹാർ, ഭൂമിയിൽ അവർ പകലിൽ നിന്ന് 1 മണിക്കൂർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വളരെ കുറഞ്ഞ സമയമേ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ എന്നവർക്ക് തോന്നും. അത്രയും സുദീർഘമായ ഗൗരവമേറിയ ശിക്ഷയാണ് പരലോകത്ത് വരാനുള്ളത്. ബലാഗുൻ, അതുകൊണ്ട് തന്നെ ഇതൊരു സന്ദേശമാണ്. ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ, അധർമ്മകാരികളായ ആളുകളല്ലാതെ നശിപ്പിക്കപ്പെടുമോ? അതുകൊണ്ട് തന്നെ നാശം അത് അധർമ്മകാരികളായ, അതിക്രമകാരികളായ ആളുകൾക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലാലിമീങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നത് അതവർക്ക് ഖൈറല്ല, അതവർക്ക് ഷർറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടുക തന്നെ ചെയ്യും. പക്ഷേ നാം തിരക്ക് കൂട്ടുന്നത് പോലെയല്ല. അള്ളാഹുവിന് എല്ലാറ്റിനും അള്ളാഹുവിൻ്റെതായ ചില നിർണിതമായ പ്ലാനുകളുണ്ട്. അതുകൊണ്ട് ധൃതി വെക്കേണ്ടതില്ല. തീർച്ചയായും അള്ളാഹു ഇടപെടുക തന്നെ ചെയ്യുമെന്നാണ് വിശ്വാസികൾക്ക് അള്ളാഹു ഖുർആനിലൂടെ മനസ്സിലാക്കി തരുന്നത്. ഈ കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.